ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇനി ആദ്യത്തെ ഇങ്ങനത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഞാൻ ഇനി മാക്സിമം ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ. എനിക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം പല്ലിൻ്റെ ആ ഒരു പ്രശ്നം കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ഓവറായിട്ട് ആക്ട് ചെയ്യണതൊക്കെ പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്, അപ്പോൾ അതുകൊണ്ടാട്ടോ. പിന്നെ അങ്ങനെ ഒരു ശീലം, ഒരു ഫ്ലോ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടും കൂടിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ, ഇഷ്ടപ്പെട്ട വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇന്ന് നമ്മളൊരു ഞായറാഴ്ച കേട്ടോ, വീഡിയോ എടുക്കുന്ന ദിവസം. അപ്പോൾ ഈ ചൂടത്ത് നമുക്ക് കുറച്ച് വെള്ളം കലക്കിയാലോ? വാ, വെള്ളം കലക്കി കാണിച്ചാൽ. അപ്പോൾ അമ്മയുടെ ഒരു ഫ്രണ്ട് വന്നിരുന്ന് വർത്താനം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം കലക്കിയതാ മാംഗോയുടെ ഡ്രിങ്ക് കേട്ടോ. കൊണ്ടുകൊടുക്കാട്ടോ. അമ്മയും അമ്മയുടെ ഫ്രണ്ടും കൂടി ഇരുന്ന് വർത്താനം പറയാം. അപ്പോൾ 2 ഗ്ലാസ് എടുക്കുക, കൊണ്ടുകൊടുക്കാട്ടോ. അപ്പോൾ 30 റുപ്യ ഞങ്ങളുടെ കേക്കും ഞങ്ങൾക്കും കേക്ക് മുട്ടും. അപ്പോൾ അവർക്കുള്ളത് കൊടുത്തിട്ട് ഞാനിത് കുടിക്കുക കേട്ടോ. അപ്പോൾ ടേസ്റ്റ് നോക്കിയാൽ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഞാൻ മാംഗോയുടെ ഫ്ലേവർ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. ഇത് പിന്നെ നമ്മൾ ഫ്രഷ് ജ്യൂസ് അടിച്ച ഒരു ഫീലാട്ടോ. തണുത്ത വെള്ളത്തിൽ ഇപ്പോൾ അങ്ങനെ കലക്കി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ ഈ ചൂടത്ത് നമുക്ക് എന്തായാലും ഇങ്ങനെ തണുത്ത എന്തെങ്കിലും ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നില്ല. അപ്പോൾ ഇത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കുടിച്ചു. അമ്പാടിക്ക് ഉറങ്ങി എഴുന്നേറ്റിട്ട് വേണം കൊടുക്കാൻ കേട്ടോ. അത് അമ്പാടി എഴുന്നേറ്റ് വന്നു കേട്ടോ അപ്പോഴത്തേനും. അപ്പോൾ എന്നെ കാണാനില്ലാണ്ട് വടക്കോർത്തേക്ക് അന്വേഷിച്ചിട്ട് വന്നു കേട്ടോ. ആൾ എണിച്ച് വരുമ്പോഴേ ആളുടെ പാവക്കുട്ടീനായിട്ട് എണിച്ച് വന്നു കേട്ടോ. ഇന്ന് രാവിലെ എണിച്ചപ്പോൾ മുതലേ പാവക്കുട്ടി ഉണ്ട് കേട്ടോ കയ്യിൽ. പിന്നെ ഒന്നും രുക്കും ഇല്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അവനെ. അപ്പോൾ അതെ, അവനെ കുറച്ചൊന്ന് ഇതാക്കിയിട്ട് പിന്നെ ഞാൻ അപ്പോൾ ഉണ്ട് സജ്ജേട്ടൻ കയറി വന്നു കേട്ടോ. അവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സജ്ജേട്ടൻ വന്നു. പെട്ടെന്നുണ്ട് പ്രതീക്ഷിക്കാതെ അകത്തേക്ക് കയറി വരുന്നു. അപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി അത്. പിന്നെ അച്ഛനും മോനും കൂടി കളിയാട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അവനെ ചീത്ത പറയാട്ടോ. അച്ഛനോട് പറയും, വിളിച്ചിട്ട് പറഞ്ഞിട്ട് പോന്നൊക്കെ പറയുമ്പോൾ അവനെ വഴക്ക് പറയാൻ കേട്ടോ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അച്ഛൻ ബിരിയാണി വാങ്ങി, അപ്പോൾ അതൊക്കെ കഴിച്ചു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ 4 മണിക്കാണ് നമ്മൾ ഇപ്പി ഉണ്ടാക്കി ചായയും കൂടിയിട്ടാട്ടോ കഴിച്ചത്. അങ്ങനെ ചായ കുടി കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ ഇത് ഇവിടെ കിടന്ന് കുറേ വീഡിയോയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തീർത്ത് ഭയങ്കര തമാശ പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ അതേ അമ്പാടിയിലിട്ട് കളിക്കുന്നത് കേട്ടെ. അച്ഛനും മോനും കൂടിയിട്ട് രുക്കുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും കേട്ടോ. ആളില്ലാത്തത് ഭയങ്കര മിസ്സായിപ്പോയി. പിന്നെ ഇനി വൈകിട്ട് വരുള്ളൂ കേട്ടോ അവർ. അപ്പോൾ അതുവരെ അമ്പാടി മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നെന്താന്ന് വലിയ പ്രത്യേകതയൊന്നും ഉണ്ടാവാതെ പോകേണ്ട ഒരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. പക്ഷേ സജേട്ടൻ വന്നപ്പോൾ പിന്നെ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിട്ടും അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ആൾ പിന്നെ ചോറൊക്കെ കൊണ്ടിട്ട് പിന്നെ കിടന്ന് ഉറങ്ങുക ചെയ്ത്. പിന്നെ അമ്പാടിനായിട്ടത് കുറേ കാലം കളിക്കണം. ഒരു 5 മണി മുതൽ ആൾ ഉറങ്ങിയിട്ടാ. അപ്പോൾ അതുവരത്തെ കളി ചെറിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റ് ചായ കുടിച്ചിട്ട് സജേട്ടൻ വീണ്ടും കിടന്നുറങ്ങി. ഞാൻ പിന്നെ അമ്പാടിനായിട്ട് പുറത്തേക്കൊക്കെ പോയി അങ്ങനെ. അപ്പോൾ അങ്ങനെ ഞാനും അമ്പാടിയും കൂടി പുറത്തൊക്കെ പോയിട്ട് പിന്നെ 6-6:30 കഴിഞ്ഞു കേട്ടോ അകത്തേക്ക് കയറാനൊക്കെ. അവനെ പുറത്തേക്ക് നടക്കാൻ നല്ല ഇഷ്ടം കേട്ടോ. അകത്ത് കയറാൻ വാതിലടയ്ക്കാനും പാടില്ല. അവനൊരു 7 മണി 7:15 ആയപ്പോൾ സജ്ജേട്ടൻ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ. മോളെ കാണാൻ നിന്നില്ല. മോള് വരാൻ നേരം വൈകുമെന്ന് വിചാരിച്ചിട്ട് പോയിട്ടോ. പക്ഷെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും രുക്കു എത്തി. അപ്പോൾ വരുമ്പോൾ മാങ്ങയൊക്കെ കൊടുക്കുന്നുണ്ടാകുന്നു കേട്ടോ. അമ്മാനോടൊന്ന് ജിലേബി ഒരെണ്ണം കഴിച്ചു കേട്ടോ ഞാൻ. പിന്നെ നമുക്ക് രാത്രി പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഉണ്ടായില്ല. പരിപ്പ് മുളകിടുക കേട്ടോ. നമ്മൾ പരിപ്പ് കുത്തിക്കാച്ചിയതും പിന്നെ ഉണക്കമ്മീൻ വറുത്തതായിരുന്നു കേട്ടോ രാത്രിത്തെ ഫുഡ്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണി കഴിച്ച കാരണം വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ കറി. പിന്നെ ഇതേ രുക്കുവിൻ്റെ വക സ്പെഷ്യൽ പാട്ടോട് കൂടിയിട്ട് നമ്മളൊന്ന് വീഡിയോ അവസാനിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.